എൻ്റെ സാറുമാരെ അതിനകത്ത് വേറൊന്നുമില്ല, കുറച്ച് മരുന്നും കുളിസോപ്പും മാത്രമേ ഉള്ളൂ. വേറൊന്നുമല്ല സാറേ. ആ നമ്പർ ഇട്ട് മാറ്റി വെച്ചോളൂ. അലക്സ് മേസ്ത്രിയുടെ പെങ്ങളാ. പിന്നെ ജോൺ സൂപ്രണ്ടിൻ്റെ അനുവാദമുണ്ട്. മേസ്ത്രിക്ക് വെളിയിൽ നിന്ന് പെങ്ങളെ കാണാനും സംസാരിക്കാനും. അതെന്താന്ന് വെച്ചാൽ ചെയ്യൂ, അധികം സമയം എടുക്കണ്ട. ശരി. ഇന്നത്രേ കരയുന്നേ? എൻ്റെ ഇങ്ങനെ കാണേണ്ടി വരുമ്പോ എനിക്കും കൂടെ വേണ്ടിട്ടല്ലേ. നീ എന്നാടി പറയുന്നേ? അവനെന്തേ വർഗീസ്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കൊള്ളരുതാത്തം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ വരുമ്പോ ഞാൻ ഇത് തന്നെയാ പറയുന്നത്. എൻ്റെ മോനെ എങ്ങാനും കാണാറുണ്ടോ? അവനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? നടക്കലെന്നറിയാം. അബ്ദുക്കാക്ക് എങ്ങനെയുണ്ട്? ഒത്തിരി നാളായി ഇങ്ങോട്ട് കണ്ടിട്ട്. നടക്കാനൊന്നും വയ്യ, എന്നാലും ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും പറയും. പുള്ളിക്കാരൻ വരാത്തോണ്ട് നാട്ടിലെ വിശേഷമൊന്നും അറിയുന്നില്ല. എന്നോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നാറുണ്ടോ? നീ എന്നതാടി പറയുന്നത്? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോ സമ്മതല തെറ്റുന്ന പോലെ തോന്നുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തലയിലെടുത്താടി കൊച്ചേ. ഇങ്ങനെ ഒന്ന് കരയാനാണ് ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഈ കരച്ചിലും പിടിച്ചിട്ടൊന്നും കാണാം. ശരി, സമയം ചേനെ വിഷമിപ്പിക്കുന്നില്ല, പോയേക്കുവാ. ശരിക്കും അലക്സ് മേസ്ത്രി ആരാ? ആരാ? പാലായിൽ നിന്ന് എൻ്റെ അപ്പം പുല്ലാങ്കുന്നേൽ ഫിലിപ്പോസിൻ്റെ കൂടെ അടിവാരത്തെത്തുമ്പോൾ എനിക്ക് വയസ്സ് 14. എന്നാ പറ്റി? ആ മാട്ടുകട സദാശിവൻ പറമ്പിൽ പണിയെടുത്ത് എന്റെ കൂലി ചോദിച്ചതിനാ മുറ്റത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ആ തല്ലിയത്. ഇനി അവനിങ്ങനെ വിട്ടാ പറ്റില്ല ഫിലിപ്പോസായ. എന്തെങ്കിലും ഉടനെ ചെയ്തേ. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ. അടിവാരം മുഴുവൻ അന്ന് മാട്ടുകെട്ട സദാശിവൻ എന്ന മുതലാളിയുടെ കയ്യിലായിരുന്നു. വാ. അപ്പനും അമ്മച്ചിക്കും കൂടി ഞങ്ങൾ 4 പേരാണ്. ഞാനായിരുന്നു ഏറ്റവും താഴെ.
എടാ, നമ്മുടെ കർത്താവ് തമ്പുരാനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത മനുഷ്യനാത്. ഇവിടെയുണ്ട് കുറെ പാവങ്ങൾ. മാട്ടക്കട്ട സദാശിവനെ പോലുള്ള നാറികൾ നാട് ഭരിക്കുമ്പോ നമ്മുടെ പാവം കർത്താവ് തമ്പുരാൻ പോരടാ. ഉശിരുള്ള കൃഷ്ണമുള്ള തന്നെ വേണം, ചോരയ്ക്ക് ചോര തന്നെ വീഴണം. ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോ എന്താണെന്നറിയത്തില്ല, മലമ്പാമ്പ് കയറും പോലെ ഉള്ളിലൊരു ധൈര്യം കയറി. പിന്നെ മാട്ടുക്കട്ടയല്ല, ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പുല്ലാടാം. അപ്പ ആനപ്പ നാട്ടിൽ ആനയെല്ലാം നിന്റെ അപ്പാപ്പൻ വരുവാടാ. എടുക്കടാ, അതീ മുക്ക മുക്കടാ. വാടാ, ഇങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടാ. നീ എങ്ങനെ ഇവിടെ കയറി മേയാന്ന് വിചാരിക്കണം. ഇറങ്ങി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. പേടിപ്പിക്കല്ലേ, ചങ്കൂറ്റത്തോടെ പറയടാ. ഏത് കൊലകൊമ്പനാണെങ്കിലും വാടാ. ഓ പോടാ, പോ, പോ. പോ. ഇരിക്കടാ. മനുഷ്യന്റെ ചങ്കുറപ്പിന് മുന്നിൽ എന്നെ ആനയാലും നിൽക്കത്തില്ലടാ. കാട്ടിന്ന് കിട്ടുന്ന ഈ കരുത്ത് അതുണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എത്ര കാലം ആ തെമ്മാടികളെ ഭയന്ന് നമ്മളിവിടെ ജീവിക്കും? ഇതിനൊരു മാറ്റം വേണ്ടേ? അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ആ വാക്കുകൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു. അപ്പനൊരു നാടിൻ്റെ മുഴുവൻ ആവേശമായി മാറുകയായിരുന്നു. തൊഴിലാളി ദ്രോഹം തുടരുന്ന മാട്ടുക്കെട്ട സദാശിവനെതിരെ എൻ്റെ അപ്പൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കൊടിമരമുയർന്നു. അതായിരുന്നു അടിവാരത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി കെട്ടിയ ആദ്യത്തെ കൊടിമരം. നിന്റെയൊക്കെ ഒരു കമ്മ്യൂണിസം. എടാ, ഇത് മാട്ടുക്കട്ട സദാശിവന്റെ നാടാ. ഇവിടെ നിന്റെ പാർട്ടിയും വേണ്ട, കൊടിയും വേണ്ട. എടുത്തോണ്ട് പോടാ. അവന്റെയൊക്കെ വലിച്ചു വലിക്കണമല്ല. ഒറ്റൊരുത്തിന് ഇവിടുന്ന് അനങ്ങി പോകരുത്. ഇനി ഇതിവിടെ പറക്കും. ഇതിലെങ്ങാനും തൊട്ടാ മാട്ടുക്കട്ടെ.